ഹായ്, വെൽക്കം ബാക്ക്. താങ്ക് യു. ബാക്ക് എന്ന് പറയാനുള്ള റീസൺ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, പെർഫോം ചെയ്തിട്ടുണ്ട്. അത് വളരെ ഹിറ്റ് ആയിരുന്നു. എവിടുന്ന ശരിക്കും വരുന്ന? ഞാൻ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ. ഓക്കെ, അപ്പൊ ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നാണ്? ഇന്ന് ഒരു സ്പോട്ട് ഡബിംഗ് ഉണ്ട്, പിന്നെ കുറച്ച് ലൈവ് വോയിസ് ഇമിറ്റേഷൻ വിത്ത് ഒരു സ്റ്റാറിന്റെ ഒരു സോങ് കൂടി പാടുന്നുണ്ട്. ശരി, അപ്പൊ ഈ തകർപ്പൻ പെർഫോമൻസ് ഒക്കെ കാണാവോ? തുടങ്ങാണോ? ആദ്യം എന്നാ ചെയ്യുന്നേ? ഫസ്റ്റ് പൃഥ്വിരാജ് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ഒരു സോങ് പാടാണ്. ഓക്കെ. നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് വരുമ്പോൾ ഫുൾ കളർഫുൾ ആയിരിക്കുന്നത് കണ്ടു. പിന്നെ ഞാൻ വന്നത് എൻ്റെ പുതിയ ഫിലിം ഇപ്പോൾ ഒരുപാട് നാളെ അനൗൺസ് ചെയ്തിരിക്കുന്ന ഫിലിമാണ് ആടുജീവിതം. അത് പാക്കപ്പായി. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ വന്നതാണ്. എങ്ങനെയുണ്ട് അതിന്റെ ലൊക്കേഷനിൽ? ഇപ്പം കഴിഞ്ഞ ഇവിടുത്തെ വർക്ക് പാക്കപ്പായി, ഓൾറെഡി പാക്കപ്പായി ആണല്ലേ? യെസ്. അപ്പം ഞാൻ ഇന്ന് വന്നത് ഒരു സോങ് പാടാനുണ്ട്. കാരണം ഞാൻ ഒരുപാട് നാളായി ഒരു സോങ്ങും ഇങ്ങനെ ഫ്ലോറിൽ പാടിയിട്ടില്ല. ഫോർ ദി ഫസ്റ്റ് ടൈം ഞാൻ ഒരു സോങ് പാടുകയാണ്. ഹൃദയം എന്ന ഫിലിമിൽ ഞാൻ ആലപിച്ചൊരു സോങ് ഉണ്ട്. ആ സോങ് നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പാടുകയാണ്. താരം തെളിഞ്ഞു മനസ്സിനുള്ളിൽ, പാതിര നുറയുന്നു ആകാശക്കൊമ്പിൽ, പാട്ടിൻ ചുണ്ടത്ത് പോരു പൂങ്കുയിലേ, എല്ലാം എല്ലാമെൻ കയ്യിൽ വേണം. താതക തെയ്താരേ, താതക തെയ്താരേ, താതക തെയ്താരേ, തന്നാനേ തന്നാനേ. താങ്ക് യു സോ മച്ച് രാജുവേട്ടാ. അപ്പൊ ഇനി രാജുവേട്ടൻ തിരിച്ച് അഖില ആയിക്കോട്ടെ. ഹായ് അഖിൽ, വെൽക്കം ബാക്ക്. പറഞ്ഞോ, ഇനി എന്താണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്? നെക്സ്റ്റ് ടൊവിനോ തോമസിന്റെ ഒരു ലൈവ് വോയിസ് ഇമിറ്റേഷൻ. ഹായ്, ഹലോ. ഹായ് ടൊവിനോ, എന്നാണ് വിശേഷം? സുഖായിരിക്കുന്നു. മിന്നൽ മുരളി അത്യാവശ്യം സെൻസേഷണൽ ആയിരുന്നു. പക്ഷെ അത് OTT പ്ലാറ്റ്ഫോമിൽ പോയത് കൊണ്ട് മാത്രം ഒരു തിയേറ്റർ റിലീസ് വന്നിട്ടില്ല. ഒരു ഓളം ഉണ്ടാക്കാൻ ഒരു തിയേറ്റർ റിലീസ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഫുൾ എന്റർടൈനിങ് ആയിട്ടൊരു ഫിലിം ആണ് ഖാലിദ് റഹ്മാൻ ഡയറക്ട് ചെയ്ത തല്ലുമാല എന്ന് പറയുന്ന ഫിലിം. മിന്നൽ മുരളി ഉടനെ ഉണ്ടാവും. അപ്പോൾ മിന്നൽ വേഗത്തിൽ അതും സംഭവിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഷെയ്ൻ നിഗം ലൈവ് ഇന്ററാക്ഷൻ ആണ്. ഹായ് ഷെയ്ൻ ബ്രോ. ഹായ്, എന്താണ് വിശേഷം? സുഖായിരിക്കാണ്. എന്താണ് പുതിയ മൂവിന്റെ വിശേഷങ്ങൾ? പുതിയ മൂവി ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്, ഉല്ലാസം. അപ്പൊ അത് കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ഒരു ഉല്ലാസമാണ്. എല്ലാവർക്കും അതിന്റെ പേര് പോലെ തന്നെ കണ്ടവർക്കൊക്കെ അങ്ങനെയാണ് തോന്നിയത്. ഇക്കനെ കണ്ടില്ലോ? ഇക്കായിട്ട് എന്റെ ഉപ്പയുടെ ഫ്രണ്ടാണ്. എനിക്ക് നാദക്കനെ കാണുമ്പോ എന്റെ ഉപ്പ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാദക്കനെ കണ്ടപ്പോ എന്റെ ഉപ്പാക്ക് തുല്യമായിട്ടുള്ള ആളുകളെ കാണുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. നാദക്ക അടുത്ത പടം ഇക്കടെ കൂടെ അല്ലേ? ഇക്കടെ കൂടെ ഒരു പടമുണ്ട്. അടുത്ത പടം ഞങ്ങളാണ് ഒരുമിച്ച്. ഷെയ്ൻ നിഗത്തിന്റെ മറ്റേ പ്രിയൻ സാറിന്റെ പടം കഴിഞ്ഞിട്ട് പിന്നെ ജോയിൻ ചെയ്യുന്ന എന്റെ പടത്തിനാണ്. അപ്പൊ അത് ഒരു പടം അനൗൺസ് ചെയ്യാൻ ഞാൻ പറയുന്നത് ഇക്കടവായോണ്ട് പറയട്ടെ എന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ. വേറെ ഒന്നുമില്ല, മച്ചന് അത്രേ ഉള്ളൂ. അടിപൊളി. ഓക്കെ അഖിൽ, അപ്പൊ അങ്ങനെ നമ്മൾ അടുത്തൊരു ഇന്ററാക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണ് ലൈവ് ഇന്ററാക്ഷൻ? ഇനി സ്പോട്ട് ഡബിംഗ് ആണ്. ഇനി എല്ലാം സ്പോട്ടാണ്. കാണാം. ഓക്കെ, ദാറ്റ്സ് ദി സ്പോട്ട്. എടപ്പ കൂപ്പിട്ട സാർ ഇടുവേ സാർ. യെസ് സാർ. ഓക്കെ സാർ. യെസ് സാർ. சிங்கம் வேட்டையாடும் போது காடை செழிப்பா இருக்குமோ, அப்போது பசியோடு இருக்கும் போது காடும் பட்னி கிடக்கணும். 27 வருஷம் ஆச்சு எடுக்க இடத்த உருவாக்குறாக்க. அப்படோ பாட்டலோ யாரும் தூக்கி கொடுத்தால. ரோலக்ஸ். All right. It's all right. ஆரம்பிக்கலாமா? There is freaking rule in this jungle. எவன் பசியோடு இருக்கோம் அவனை கூட தடுக்கவே முடியாது. திரும்ப ஆரம்பிக்கிற ஸ்கிராட்ச் இருந்து நாளைக்கு டே 1 அவனோட தலையை கொண்டு வரணும். ஒரு லைஃப் டைம் செட் பண்றா. അഖിൽ നല്ല വണ്ടർഫുൾ വോയിസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സൗണ്ട് ഉള്ള ആൾക്കാരെയൊക്കെ. അപ്പൊ എന്തായാലും അഖിൽ, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. നമ്മളിവിടെ താര തിരുമറി എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഉണ്ട്. ഡയലോഗ് ഏൽപ്പിച്ചിട്ട് വേറൊരു ആക്ടറിന്റെ സൗണ്ടിൽ പറയും. ശരി, അപ്പൊ താര തിരുമറിക്കുള്ള ആ ഒരു ഡയലോഗ് ആരുടെയാന്നുള്ളത് നമുക്ക് ആദ്യം കേട്ടു നോക്കാം.
കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാലില്ലേ. ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു, ഒന്ന് കാണാൻ വന്നതാ. അടിപൊളി. ഓക്കെ. മമ്മുക്ക പറഞ്ഞിരിക്കുന്ന ഒരു ഡയലോഗാണ് ഇത്. അഖില് പറയേണ്ടത് ദുൽഖർ സൽമാന്റെ വോയിസ്. നോക്കാം. ട്രൈ ചെയ്ത് നോക്കാം. കൊച്ചി വഴി കൊച്ചിയിലെന്നറിയാം, പക്ഷേ ബിലാല് വഴി ബിലാലിനെ. സാറ് ചോദിച്ചേ മരിപ്പിൻ്റെ അവിടെ ഞാൻ തരുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നെ ഇതിങ്ങനെ തൂക്കിയിട്ട് നടന്നാൽ മതി. എനിക്കൊരു വീഡിയോ വെക്കണ്ടേ? സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് കമന്റ്സിലേക്ക് പോവാം. സ്റ്റാർട്ടിങ് വിത്ത് ഇക്ക. അഖിലിന്റെ പെർഫോമൻസ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഗംഭീര ആർട്ടിസ്റ്റാണ് നിങ്ങൾ. താങ്ക് യു. പിന്നെ അതായത് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ എല്ലാം വോയിസ് പഠിച്ച് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ആർട്ടിസ്റ്റിന് ആ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നതിൽ ഏറ്റവും ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. കാരണം മറ്റുള്ളവർ ചെയ്തു പോയ സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കാതെ ഇനി ആവശ്യം ഏതാണ് എന്ന് കണ്ടറിഞ്ഞിട്ട്, അതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെ എപ്പോഴും നിലനിൽപ്പ്. അതായത് ലോകത്ത് എന്ത് നടക്കുന്നു, ആ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഓഡിയൻസിന് എന്താണ് ആവശ്യം എന്നറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് സ്റ്റേജിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഒരു തിരിച്ചറിവ്. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട്. അതിന് പിന്നെ അത് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ആ സ്പോട്ട് ഡബ്ബൊക്കെ ചെയ്ത് എന്തായിരുന്നു ഗംഭീരം. ഞാൻ വെറുതെ കണ്ണടച്ചിരുന്ന സിനിമ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് സ്പോട്ട് ഡബ്ബാന്ന് ഒരിക്കലും വിശ്വസിക്കില്ല. ഇത് സൂര്യയുടെ ഒക്കെ മുമ്പിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ പുള്ളിയൊക്കെ എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഞാനത് ഇതിൻ്റെ വലിയൊരു ഫാനാണ്. അപ്പോൾ എനിക്ക് റീസെൻ്റ്ലി സിമ്രാൻ മാമിൻ്റെ മുമ്പിൽ ചെയ്യാൻ പറ്റി. സിമ്രാൻ മാമിൻ്റെ ഒപ്പം സൂര്യ സാർ അഭിനയിച്ച വാരണമായിരം ഫിലിമിൽ ഇപ്പോൾ ഒരു സീക്വൻസ് സിമ്രാൻ മാമിൻ്റെ മുമ്പിൽ ചെയ്യാൻ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. സ്പോട്ടപ്പ് ചെയ്യുമായിരുന്നു ചെയ്തവിടെ? അല്ല, സിമ്രാൻ മാമിനെ വെൽക്കം ചെയ്യണത് ഹായ് മാലിനി ആ ഡയലോഗ് സിമ്രാൻ മാമിനോട് പ്രപ്പോസ് ചെയ്യുന്ന സീൻ സൂര്യ സാറിൻ്റെ വോയിസിൽ ഞാൻ മാമിൻ്റെ മുമ്പിൽ ചെയ്തതാണ്. അത് നമുക്ക് ഇപ്പോൾ ഒന്നും കൂടെ കേൾക്കാൻ പറ്റുമായിരിക്കും. ചെയ്യും. ഇപ്പൊ മാലിന്യ ഇല്ല, നമുക്ക് ലിയോണയുണ്ട്. കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്തായാലും ആ പേര് യൂസ് ചെയ്ത് നമുക്ക് ഈ ഡയലോഗ് ഒന്ന് കേട്ടു നോക്കാം. വാരണമായിരത്തിൽ ആ ഡയലോഗ് ഒന്ന് കേട്ടു നോക്കാം. ஹாய் லியோனா, கிருஷ்ணன். நான் இதை சொல்லி ஆகணும். நீ அவ்வளோ அழக, இங்கே எவ்வளோ அழகா ஒரு இவ்வளோ அழகா பார்த்துருக்கப்படுங்க. And I mean, love with you. Super, super, super. What do you want to say, Liana? So beautifully. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യണേന്ന് ഞാൻ ഇയാളിവിടെ നിൽക്കണ കാര്യം ഞാൻ മറന്നുപോയി. ആ സ്ക്രീൻ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രയും ഇറ്റ് വാസ് ആക്ച്വലി ലൈക്ക് സൂര്യ സർ പെർഫോമിങ്. സൂര്യ സാറിന്റെ മുമ്പിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. പക്രു ചേട്ടാ. അഖിലേ ചേട്ടാ, അഖില് വീണ്ടും വീണ്ടും ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. രക്ഷയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാർഷിക പറഞ്ഞ പോലെ ഈ ഒരു സമയത്ത് നിറഞ്ഞു കവിഞ്ഞ ഒരു സദസ്സിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അഖിലിനെ പോലുള്ള മിമിക്രി കലാകാരൻ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല. ഓഡിയൻസിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ അത് ഒരു വലിയൊരു എന്താ പറയുന്നത്, സ്വയം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. കാരണം നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ വിക്രം എന്ന സിനിമയുടെ ആ റോളക്സ് എന്ന ക്യാരക്ടറിനെ എന്താ പറയുക, ശബ്ദം മുഴുവൻ ഇങ്ങ് എടുത്തു. അത് നമ്മളൊരു മലയാളിയാണ്, ഒരു മലയാളി മിമിക്രി കലാകാരനാണ് ഇത്രയും 101% അല്ലെ 100% കൃത്യതയോടുകൂടി ഡബ് ചെയ്യുക, സ്പോട്ട് ഡബ് ചെയ്യുക എന്ന് പറയുന്നത്. അതൊരു വലിയൊരു കഴിവാണ്, മികവാണ്. തീർച്ചയായിട്ടും അത് നിലനിർത്തിക്കൊണ്ട് പോകണം. സൂര്യ സാർ ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യും. ഒരു വിളി വരട്ടെ ഒരു ദിവസം. അങ്ങനെ നമ്മൾ അങ്ങ് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.